ബീഫ് വിഭവങ്ങളിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ബീഫ് ഫ്രൈ. നല്ല കുരുമുളകൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് വരട്ടി നല്ല ഡ്രൈ ആക്കണം. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബീഫ് കൊണ്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ്. ഒന്നുമല്ല, ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. ബീഫ് കട്ട് ചെയ്താണ് ഞാൻ മേടിച്ചേക്കുന്നത്. ബീഫ് കട്ട് ചെയ്യാത്തതുകൊണ്ട് എളുപ്പത്തിന് ഞാൻ കട്ട് ചെയ്താണ് മേടിച്ചത്. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ബീഫ് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ, അതുകൊണ്ട് ഇത് കുറച്ചേ ഉള്ളൂ, 500 ഗ്രാമേ ഉള്ളൂ. ഇനി നമുക്കിതിന് ചേർക്കേണ്ട ആവശ്യമായ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, ഞാൻ പൊടികളൊന്നും ഇപ്പോൾ വറക്കുന്നില്ല, പച്ചയ്ക്ക് തന്നെ അങ്ങനെ ചേർക്കുവാണ്. ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, ഞാനെല്ലാം കുറച്ച് ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ അവസാനം ഫ്രൈ ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം. കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇനി നമുക്ക് നന്നായിട്ട് മസാലയിൽ ഇതിൽ പുരട്ടാം, എന്നിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. മസാല എല്ലാം കഷ്ണങ്ങളിൽ പിടിച്ചിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കണം. ഒരു പാൻ ഞാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേച്ച് വെച്ച മസാലയുള്ള ബീഫും ഇട്ട് കൊടുക്കാം. ഞാൻ എണ്ണയൊന്നും ഇപ്പോൾ ഒഴിക്കുന്നില്ല, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം വേണ്ട, അത് ഡ്രൈ ഫ്രൈ ആയതുകൊണ്ട്. വേകാൻ ആവശ്യമായ വെള്ളം. ഓരോ സ്ഥലത്ത് ബീഫിന് ഓരോ വേവാണ്. ഇവിടെ കുറച്ച് വേവ് കുറവാണ്, പെട്ടെന്ന് വേകുന്നതാണ് ഈ ടൈപ്പ് മീറ്റ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. സബോള, ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ഇടാം, മല്ലിയില, കറിവേപ്പില, തക്കാളി ഞാനൊരു പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ. കുറച്ച് പുളിയായിരിക്കും, അതുപോലെ സബോള അധികം വേണ്ട, ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവും. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ സ്മാഷ് ചെയ്യുന്നുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാം. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിന് ആവശ്യമായ മസാല തയ്യാറാക്കാം. അന്നേരത്തേക്ക് ബീഫിന് വെന്തോളും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ബീഫ് ഫ്രൈക്ക് ഞാൻ കടുക് പൊട്ടിക്കാറില്ല, നിങ്ങൾക്ക് വേണേൽ കടുക് പൊട്ടിക്കാം. നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഓപ്ഷനിലാണ്, കടുക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് പൊട്ടിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒനിയൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർ ടേസ്റ്റ് ആണ്. ചിലവർ തക്കാളി ഇടാറില്ല. എനിക്ക് തക്കാളിയുടെ ഒരു ഫ്ലേവറൊക്കെ വരുന്ന ഇഷ്ടമാണ്, അത് കാരണം ഞാൻ ഇടുന്നു. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല ഓപ്ഷനിലാണ്, കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മുളക് പൊടി ഇടുന്നില്ല, അതിന് പകരം ഞാൻ പെപ്പറാണ് ഇടുന്നത്. ഓൾറെഡി നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഈ മീറ്റ് മസാല ഇട്ടപ്പോൾ കുറച്ച് എരിവ് ഉണ്ടാവും അതിൽ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കാം. ഇതാ നമ്മുടെ ബീഫ് കറക്റ്റ് വേവ് പാകത്തിനായിട്ടുണ്ട്. ഒരു 75% വെന്തെച്ചാൽ മതി, 75 to 80. ഒത്തിരി വേവിക്കണ്ട. ഇപ്പോൾ ഡ്രൈ ഫ്രൈ ആകുമ്പം ഭയങ്കരമായിട്ട് വെന്തിട്ട് അതൊരു സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ആയിപ്പം. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ വേണ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എണ്ണ ഉപയോഗിക്കുന്നില്ല അധികം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ചിടുക. തേങ്ങാക്കൊത്തുണ്ട്, തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നല്ലതായിട്ട് ഇളക്കി ഇത് ഡ്രൈ ആക്കി എടുക്കണം. ഈ ഒരു പരുവം ആവശ്യമുള്ളവർ ഇങ്ങനെ എടുക്കാം. നല്ല ഡ്രൈ ആകേണ്ടവർ നന്നായിട്ടിത് ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം. ഞാൻ ഇത്രയും ഡ്രൈ ആക്കുന്നുള്ളൂ. ഇനി ഞാൻ അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പെരിഞ്ജീരകം പൊടിച്ചതാണ്. അവസാനം ഞാൻ കുറച്ച് പെരിഞ്ജീരക പൊടി മാത്രം ഇട്ട് കൊടുക്കും. ഗരം മസാലയല്ല, പെരിഞ്ജീരകം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം.
അങ്ങനെ രുചികരമായ ബീഫ് ഡ്രൈ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇനി വരട്ടേണ്ടവർക്ക് ഇനി വരട്ടി നല്ല കറുപ്പാക്കി എടുക്കാം. എനിക്ക് ഈ ഒരു പരുവത്തിനാണ് ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.